ഹേ ഗായ്സ്, ദിസ് ഈസ് സോജാറി ബർട്ട് ആരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു മാറ്റം വരുമോ, ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഇപ്പോഴത്തെ സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം, അത് എന്തായി തീരും. ഓക്കെ, സോ കാർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് ബാക്കി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഫയൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ക്വീൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഹാങ്ഡ് മാൻ, 9 ഓഫ് സോർഡ്സ്, 6 ഓഫ് വാണ്ട്സ്, ദ എംപറർ, ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്, ദ ഹെറോഫൻ, പേജ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഹാങ്ഡ് മാൻ സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റമാണ് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഡേ ബൈ ഡേ നിങ്ങൾ ഒരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മാസം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, എന്നാൽ കുറച്ചൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറേയും കൂടി സ്മൂത്തായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അടുത്ത ഒരു 3 മാസം വരെ ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി, അതായത് നല്ലതുമുണ്ട് എന്നാൽ കുറച്ച് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും. എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ പല വഴികൾ തുറന്നു വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ കറൻ്റ്ലി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഹാങ്ഡ് മാൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂവിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല. ജോബ് റിലേറ്റഡ് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫാമിലി ഇഷ്യൂസ്, ട്രാവൽ റിലേറ്റഡ്, എക്സാം റിലേറ്റഡ് ആയിരിക്കാം. സോ അത് എന്ത് തന്നെ ആയാലും അതിനൊരു സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേ ബൈ ഡേ അതിലൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. രാത്രി സമയങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്തൊക്കെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. 9 ഓഫ് സോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ളൊരു ടൈമായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ്, നിങ്ങൾ തന്നെ മനസ്സിലൊരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റക്നെസ് ആണ്, എനിക്കിനി മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് കാണിക്കുന്നത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ്, സ്പെൽസൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 months വരെയൊന്നും പോകില്ല. 3 വീക്സിൽ തന്നെ, അതായത് അടുത്ത 2025 ഒരു സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് ഇവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഏതെങ്കിലും ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ അമ്മയോ അതാരുമാകാം. ഒരു ഫെമിനൈൻ എനർജി നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് നയിക്കും എന്നതും കാണിക്കുന്നു. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും ഹാങ്ഡ് മാൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അടുത്തൊരു ആക്ഷനിലേക്കോ ജീവിതത്തിൽ ഒരു ഫ്ലോ ഉണ്ടാകുന്നില്ല. ഓക്കെ, എവിടെയോ നിങ്ങൾ സ്റ്റക്കായി പോയിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഹാങ്ഡ് മാൻ വിത്ത് 9 ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഒരു സ്ട്രെസ്ഫുൾ, ഒരു ആൻസൈറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഫ്യൂച്ചർ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ട്രോമ കാരണവും അങ്ങനെ വരാനുള്ളൊരു ചാൻസ് ഇവിടെ കാർഡ്സിൽ കാണിക്കുന്നുണ്ട്.
സോ രാത്രി സമയങ്ങളിലൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനം കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നു. 6 ഓഫ് വാൺസ് വിത്ത് ദ എംപറർ ആണ് അടുത്തതായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്നെസ് മാറിക്കിട്ടും എന്നതാണ് ഇവിടെ പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം? 6 ഓഫ് വാൺസ് ആണ്. പ്രത്യേകിച്ചും ക്യാഷ് പരമായും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലും ആൻഡ് ഫാമിലി ഇഷ്യൂസും ഹെൽത്തൊക്കെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു 6 ഓഫ് വാൺസ് വിത്ത് ദ എംപറർ കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് വാൺസ് കാർഡ് കൂടുതലായിട്ടും ക്യാഷ് വേസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നു, നല്ലൊരു ജോലി കിട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങളും, ജോലിയിലൊരു മാറ്റമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ഉള്ളവർക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ദ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. ട്രാവൽ റിലേറ്റഡ് എങ്ങോട്ടെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് ലോങ് ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ചെയ്യണം, വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ പോസിറ്റീവാണ്. ഓക്കെ, വിത്ത് ഫാമിലി അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് പോകാം. പുതിയൊരു ജോലി നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം കൂടിയാണ്. ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സ്റ്റേബിൾ ആകുമെന്നതാണ് നമ്മൾക്കിവിടെ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഉയർച്ച, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. റിലേഷൻഷിപ്പിലും ഇവിടെ ഒരു റീകൺസിലേഷൻ, റീയൂണിയനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ്, ഹെറോഫൻ, അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് 2 ഓഫ് പെൻറ്റിക്കിളുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒന്നിലധികം ഓപ്ഷൻസും അവസരങ്ങൾ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇത് ഒരുപാട് പ്രാവശ്യം വന്നും പോയി നിന്നിട്ട്, അതായത് ഇൻ ആൻഡ് ഔട്ട് എനർജി ഉള്ളൊരു കണക്ഷനായിട്ടും ട്വിൻ ഫ്ലെയിം ആവാനുള്ളൊരു ചാൻസും കാണിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് വരുന്നതായിട്ടും അതുകൊണ്ട് തന്നെ ആൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും ആ വ്യക്തിക്കുണ്ട് എന്നതും കാർഡ്സിൽ ക്ലിയർ ആണ്. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾക്ക് ഹീലിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളെ തന്നെ ഹീൽ ചെയ്ത്, നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത്, ഞാൻ പറയേണ്ടതായിട്ടില്ല, അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകും, ഒരു സ്ട്രെങ്ത് കിട്ടും. എന്ത് സിറ്റുവേഷൻ വന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതിന് ഓവർകം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരണം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്ട്രെങ്ത് വരണം, ശരിയാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ശരിയാകുമെന്നൊരു വാക്ക് പറയാനെങ്കിലും ആരെങ്കിലും ഒരു ആശ്വാസത്തിന് ഉണ്ടായിരിക്കണം. സോ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും. എന്ത് സിറ്റുവേഷനിലും ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ ചെയ്യാം എഴുതിയിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും പറയാറുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നതും ഇവിടെയും ഏറ്റവും ബെറ്ററായിട്ട് കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ സമയം എടുക്കുമെങ്കിലും ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു ചാൻസ്, ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും ഒരു സ്റ്റെബിലിറ്റി വരണം എന്നൊരാഗ്രഹം വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല, കൺഫ്യൂസ്ഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ, ഓക്കെ, കുറേയധികം ഓപ്ഷൻ ഉള്ളതിൽ ഒരെണ്ണം എന്ന രീതിയിലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ചില സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വെയിറ്റിംഗ് എനർജി വരുമ്പോൾ നമ്മൾ പലരും കുറ്റപ്പെടുത്തും, എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാത്തിലും ഒരു സ്റ്റക്നെസ് വരുന്നു. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുമ്പോഴാണ് നമ്മൾക്ക് പല കാര്യത്തിലും ഒരു തിരിച്ചറിവ് വരുന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെയും ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. സോ ആ ഒരു പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വരാനുള്ളൊരു ചാൻസാണ് ഇവിടെ. ഒരു 60-70% ആൾക്കാർക്ക് നമ്മൾക്കിവിടെ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുമെന്ന് തന്നെ പറയാം. സോ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ യൂണിവേഴ്സായിട്ടൊരു മെസ്സേജ് തരുന്നത്. അതിൻ്റെ സ്ട്രെങ്ത്, അതിനുള്ളൊരു സ്ട്രെങ്ത്
സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരും. ഒരു സ്റ്റെബിലിറ്റി വരും. 1111 111 കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. 666 ഒക്കെ കാണാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. 333 ഓക്കെ. ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായിട്ടും ഒരു സ്പിരിച്വൽ വെയിൽ വരാനുള്ളൊരു ചാൻസും കാണിക്കുന്നു. സോ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് ഡേ ബൈ ഡേ മാറിക്കിട്ടും. ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറയാം. പേജ് ഓഫ് വാൺസ്, ദ മജീഷ്യൻ കാർഡ്, ദ ഹെറോഫൻ, 4 ഓഫ് കപ്സ്, ദ ഫൂൾ കാർഡ്, 2 ഓഫ് സോഡ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെൻഡിക്കിൾ, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കഴിഞ്ഞുപോയ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. അതൊന്ന് മാറ്റിയാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ, നോ കോണ്ടാക്ട്, ഒരു സ്റ്റക്നെസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഹെൽത്തൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു പേടി നിലനിൽക്കുന്നു. പാസ്റ്റിലുണ്ടായ സംഭവങ്ങളാണ് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ശത്രു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, മുന്നോട്ടേക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പാസ്റ്റ് ഓർത്തിട്ടൊരു റിഗ്രറ്റ് ഫീലോ ഒരു വിഷമമോ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല, ഒരു ഉൾഭയമൊക്കെ വരുന്നതായിട്ടും കാണിക്കുന്നു. സോ അതിൽ സ്റ്റക്കാവാതിരുന്നാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നങ്ങൾ സോൾവായി എന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ എന്തിനാണ് ഈ ഒരു ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും? അതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾ അത്രയും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഇപ്പോഴും അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അത് മേ ബി ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസുള്ള ആൾക്കാരെ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സണെയോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടൊരു സെപ്പറേഷനോ. സോ നിങ്ങൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും കൂടി പാസ്റ്റിലേക്ക് പോയി എല്ലാം തിരുത്തിയാൽ കൊള്ളാം എന്നൊക്കെ പലപ്പോഴും ഒരു തോന്നൽ ചിലരുടെ കേസിൽ വരുന്നതായിട്ടും കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ഇവിടെ ഒരു എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ ജാതി മതമൊന്നും പറയില്ല, യൂണിവേഴ്സിൽ എത്രത്തോളം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. എല്ലാം ഒരു എനർജിയാണല്ലേ. സോ തീർച്ചയായിട്ടും ഇവിടെ എല്ലാ കാര്യത്തിൻ്റെയും ഒരു പുതിയ തുടക്കമാണ് യൂണിവേഴ്സായിട്ട് ഒരു മജീഷ്യൻ കാർഡിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു മജീഷ്യനെ പോലെ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പോസിറ്റീവ്, നിങ്ങൾ മനസ്സിൽ നല്ലതാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു മജീഷ്യനെ പോലെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നതാണ്. സോ അതിനാണ് നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം. അത് മേ ബി റിലേഷൻഷിപ്പോ ഫാമിലി ഇഷ്യൂസൊക്കെ സോൾവ് ആകണം എന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ തന്നെ കല്യാണം കഴിക്കണം എന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം, ട്രാവൽ ചെയ്യാൻ സാധിക്കണം, ഇഷ്ടപ്പെട്ട വ്യക്തികളെയൊക്കെ കാണാൻ പറ്റണം. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം. നല്ലൊരു ഹെൽത്ത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം. അതേപോലെ ദ ഹെറോഫൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ താര മന്ത്രം കേൾക്കാം, മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി പ്രാർത്ഥിക്കാം, യൂണിവേഴ്സിൻ്റെ അടുത്ത് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് പറയാം, എഴുതിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തതിന് ശേഷം അതിൽ എന്തൊക്കെ നിങ്ങളെ ടെൻഷനാക്കുന്നു അതെല്ലാം തന്നെ എഴുതാവുന്നതാണ്. ചെറിയൊരു ഹീലിംഗ് പ്രോസസ്സ് പോലെ
അത് വർക്കൗട്ടാകും. സോ ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു പരിധിവരെ നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രോപ്പറായിട്ട് ഡെയിലി മെഡിറ്റേഷനും കാര്യങ്ങളും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്നതും കാർഡ്സിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുമ്പോഴും നിങ്ങൾ പാസ്റ്റിൽ നിൽക്കുന്ന സ്വഭാവം മാറ്റുക, അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് ഇനിയും ടെൻഷൻ ആകേണ്ടതായിട്ടില്ല. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായ ആൾക്കാരാണ്. നിങ്ങളെ മേ ബി ആരെങ്കിലുമൊക്കെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആരെയും തിരിച്ച് ചതിക്കാനോ ഒരു റിവെഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ളവരാണ്. എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയതോ ഒറ്റപ്പെടലും അതേപോലെ തന്നെ ഒരു ചീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് പെൻറ്റിക്കിളും ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ 8 ഓഫ് സോഡ്സും ആണ്. സോ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കാം ഓരോ കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. മേ ബി ഫാമിലിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, നിങ്ങൾ അത്രത്തോളം കൊണ്ടു നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു കാര്യവുമില്ലാതെ കിട്ടുമ്പോൾ മേ ബി നിങ്ങളുടെ കർമ്മയായിരിക്കാം. സോ അതിനൊരു റീസൺ ഉണ്ടാകും, അതവിടെ നിൽക്കട്ടെ. വാട്ടെവർ അത് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളിൽ വരുന്നു. നിങ്ങൾ മാക്സിമം ഒറ്റപ്പെടലിലേക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു. ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് നല്ലതാണ്, പക്ഷേ ഒരുപാടായി കഴിയുമ്പോൾ അത് നല്ലതല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരുമായിട്ടും അധികം ഒരു അറ്റാച്ച്മെൻറ്റിന് പോകുന്നില്ല. നേരത്തെ പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്പ് കാരണം മേ ബി ഇപ്പോൾ അടുത്തൊരു പേഴ്സൺ നിങ്ങളടുത്ത് കൂടുതലായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണിക്കുന്ന സമയത്തും നിങ്ങൾക്കതിലൊരു പേടി, ഒരു ഭയം ഉണ്ടാകുന്നു. ഓക്കെ, അതിലേക്ക് കൂടുതൽ പോകാതെ ഒരു ഡിസ്റ്റൻസ് എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആരുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റോ കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. മേ ബി നല്ല വ്യക്തികളെ ആയിരിക്കും നിങ്ങളിപ്പോൾ എന്താ പറയുക വേണ്ടാന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത്. സോ അതാണ് നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്. സോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വീടോ വാഹനമോ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ്, ഒരു വെഡ്ഡിങ് റിംഗ് ഒക്കെ നമ്മൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് റീകൺസിലേഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് പോസിറ്റീവാണ്. അതേപോലെ ഒരു എക്സാമിനോ വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും പോസിറ്റീവാണ്. ഒരു വസ്തു കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഒരു വീടൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പോസിറ്റീവാണ്. സോ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് ക്യാഷ് കൊടുത്ത് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിലൂടെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ, അതിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത 2025 റീഡിംഗ് അല്ല ഇത്, ഞാൻ ഓൾറെഡി 2025 റീഡിംഗ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറേയും കൂടി മാസങ്ങൾ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ മാസം കഴിയും തോറും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ ഓരോ മാസം കഴിയും തോറും അത് കുറഞ്ഞ് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഒറ്റയടിക്ക് അത് മൊത്തത്തിൽ കൊടുത്തു തീർക്കുന്നു അല്ലെങ്കിൽ സോൾവ് ആകുന്നു എന്നതല്ല. കുറച്ചെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ സ്റ്റക്നെസ് ഒന്നും ഇല്ലാതെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അത് കറക്റ്റ് സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടി, ഒരു സേവിങ്സിലേക്കോ അല്ലെങ്കിൽ കടങ്ങളൊക്കെ കൊടുത്തു തീർത്തൊരു സമാധാനത്തിലേക്കോ മന്ത്ലി ആ ഒരു കടങ്ങളും പ്രശ്നങ്ങളും ആ ഒരു ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സ്റ്റക്നെസ് വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും വരുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസ് എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യാറുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ആരും എൻ്റെ ലൈഫിലേക്ക്
എന്താ പറയുക, ഒരു ലിമിറ്റിനിപ്പുറം ഞാൻ ആരെയും വിടാറില്ല. സോ എൻ്റെ കാര്യങ്ങൾ ആരടുത്തും അങ്ങനെ ഷെയർ ചെയ്യാറുമില്ല. അത് നല്ലതാണ്. ഒരു പരിധിയിൽ കൂടുതൽ വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ അത് നല്ലതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡിസ്റ്റൻസ് എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്യുന്നത്. അതിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരുടെ അടുത്തും എല്ലാം ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. ഇവിടെ ഒരു ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്ത സമയത്തായിട്ട് ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോസിറ്റീവാണ്. സന്തോഷം തരുന്ന രീതിയിലുള്ളൊരു ട്രാവലാണ് കേട്ടോ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ട്രാവൽ തന്നെയാണ്. സോ അത് നടക്കട്ടെ. മുതിർന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാനോ അങ്ങനെ സന്തോഷം തരുന്ന, മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ളൊരു ട്രാവലാണ്. സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.